ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇലക്ട്രിക്കൽ പ്രോബ്ലംസ് ഇമ്പോർട്ടൻറ്റ് ഫോർ കേരള PSC എക്സാം. ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് DC മോട്ടറിനെ കുറിച്ചാണ്. അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, പമ്പ് ഓപ്പറേറ്റർ, ഡിപ്ലോമ ലെവൽ എക്സാംസ്, അതുപോലെ തന്നെ IT ഇലക്ട്രീഷ്യൻ ലെവൽ എക്സാംസിനെല്ലാം വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഈ എക്സാമിൻ്റെ എല്ലാം നമ്മൾ ഓൺലൈൻ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. തിയറി ക്ലാസ്സിൻ്റെ കോച്ചിങ് ആണ്. തിയറി റെക്കോർഡഡ് ക്ലാസ് ആണ്, ലൈവ് ഒന്നുമില്ല. വീഡിയോസൊക്കെ ഏത് ടൈമിങ്ങിലും കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ PDF നോട്ട്സ്, ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, പിന്നെ ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും എക്സാംസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നമുക്ക് ഡെയിലി ഒരു 3 hours നമ്മുടെ അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ലൈവായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്കൊരു 10:30 ഒരു ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ 3 മണിക്കൊരു ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ 8 മണിക്കൊരു ക്ലാസ് ഉണ്ട്. 3 സെക്ഷൻ ഉണ്ട്. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് DC മോട്ടറിൻ്റെ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ അതിന് മുന്നേ തന്നെ ഒരു 15ഓളം മെക്കാനിക്കലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ 90ഓളം ഇലക്ട്രിക്കലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും അതിൻ്റെ ലിങ്ക് നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ഒരു പ്രൊഫൈലിൻ്റെ ലിങ്ക് ഇടാം. നിങ്ങൾക്ക് ആ ലിങ്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സസും കാണാൻ പറ്റും. എൻ്റെ റെഫറൽ കോഡ് സീനു ആൻസി റെഫറൽ കോഡ് ടൈപ്പ് ചെയ്ത് കയറുക. ഓക്കെ, അതോടൊപ്പം തന്നെ ഇന്നത്തെ ക്ലാസ് ഇന്നത്തെ 3 സെക്ഷനിലും എല്ലാവരും വരാൻ നോക്കുക. ടോപ്പിക് വൈസ് MCQ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് നമ്മുടെ DC മോട്ടറിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രോബ്ലംസ് ആണ്. ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ആണ് DC മോട്ടറിൽ വരുന്ന സെക്ഷനിൽ വരുന്നത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ DC ജനറേറ്ററിൻ്റെ ഒരു പ്രോബ്ലംസിൻ്റെ സെക്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും കാണാത്തവർ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: A 230 volt DC shunt motor takes 32 ampere full load. Find the back EMF on full load if the resistance of motor armature and shunt field windings are 0.2 ohm and 115 ohm respectively. Okay, ഇപ്പോൾ ഒരു സപ്ലൈ വോൾട്ടേജ് 230 വോൾട്ട് തന്നിട്ടുണ്ട്. ഫുൾ ലോഡ് കറണ്ട് 32 ആംപിയർ കറണ്ട് തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? ബാക്ക് EMF ആണ് കണ്ടുപിടിക്കാനുള്ളത് ഓൺ ഫുൾ ലോഡ്. അതുപോലെ തന്നെ ആർമേച്ചർ റെസിസ്റ്റൻസ് RA തന്നിട്ടുണ്ട്. ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് R ഷണ്ടും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടു ഫൈൻഡ് ബാക്ക് EMF കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോർമുല എന്താണ്? EB = മോട്ടറിൻ്റെ കേസിലാണ് EB = V - IA RA ആണ് ബാക്ക് EMF കാണാനുള്ള ഫോർമുല. ഓക്കെ, അതിൽ V അറിയാം, RA അറിയാം, പക്ഷേ നമുക്ക് IA അറിയത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? IA കണ്ടുപിടിക്കണം. IA എങ്ങനെ കണ്ടുപിടിക്കണം? IA എന്ന് പറയുന്നത് I - DC ഷണ്ട് മോട്ടറിൻ്റെ കേസാണെങ്കിൽ IA എന്ന് പറയുന്നത് I - I ഷണ്ട് ആണ്. ഓക്കെ, നമ്മൾ തിയറി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. IA = I - I ഷണ്ട് ആണ്. ഓക്കെ, ഇതിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? I ഷണ്ട് തന്നിട്ടുണ്ടോ? ഇല്ല. I ഷണ്ട് ആദ്യം കണ്ടുപിടിക്കണം. I ഷണ്ട് എന്ന് പറയുമ്പം R ഷണ്ടിൻ്റെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? V/R ഷണ്ട്. ഓക്കെ, 230/115 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? I ഷണ്ട് കിട്ടി, 2 ആംപിയർ കിട്ടി. I ഷണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് IA കണ്ടുപിടിച്ചുകൂടി. IA എന്ന് പറയുന്നത് I - I ഷണ്ട്. I എന്ന് പറയുന്നത് ഫുൾ ലോഡ് കറണ്ട് 32 - I ഷണ്ട് ഇപ്പം കിട്ടി 2 ആംപിയർ. ഓക്കെ, 30 ആംപിയർ കിട്ടും. അപ്പം എല്ലാം നമുക്ക് കിട്ടി. ഇനി നമുക്ക് ബാക്ക് EMF കണ്ടുപിടിച്ചുകൂടി. ബാക്ക് EMF ഓൺ ഫുൾ ലോഡ് എന്ന് പറയുന്നത് EB = V - IA RA. ഈ ഫോർമുല എല്ലാവരും പഠിച്ചു വയ്ക്കുക. ഈ ഫോർമുല ആയിട്ട് തന്നെ ചോദിക്കാറുണ്ട് എക്സാമിൽ. EB = V - IA RA. V അറിയാം 230, IA അറിയാം 30, RA തന്നിട്ടുണ്ട് 0.2. സോൾവ് ചെയ്യുക. നമ്മുടെ ആൻസർ വന്നിട്ട് ബാക്ക് EMF ഓൺ ഫുൾ ലോഡ് എന്ന് പറയുന്നത് 224 വോൾട്ട് ആണ്. ഓക്കെ, അപ്പോൾ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്തൊരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. A 440 volt shunt motor takes 105 ampere from the supply and runs at 1000 RPM. Its armature resistance is 0.15 ohm. If total torque developed is unchanged, calculate the speed and armature current if the magnetic field is reduced to 70% of the initial value. Okay, അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ സ്പീഡ് മാത്രമായിട്ട് കാണാൻ ചോദിക്കാം, അല്ലെങ്കിൽ ആർമേച്ചർ കറണ്ട് മാത്രമായിട്ട് കാണാൻ ചോദിക്കാം. അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് എക്സാമിന്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒരു 440 volt ഷണ്ട് മോട്ടറാണ്. ആർമേച്ചർ കറണ്ട് തന്നിട്ടുണ്ട് 105 ആംപിയർ ഫ്രം ദി സപ്ലൈ ആൻഡ് റൺസ് അറ്റ് 1000 RPM ആണ്. അതുപോലെ തന്നെ ആർമേച്ചർ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. പിന്നെ ഒരു പറഞ്ഞിട്ടുള്ള എന്താണ്, ഒരു ഹിൻ്റ് ഒരു തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ടോട്ടൽ ടോർക്ക് ഡെവലപ്ഡ് ഈസ് അൺചേഞ്ച്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ സ്പീഡും ആർമേച്ചർ കറണ്ടും കണ്ടുപിടിക്കുക. ഇഫ് എപ്പോഴാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് റെഡ്യൂസ് ടു 70% ഓഫ് ഇനീഷ്യൽ വാല്യൂ ആണ്. അതിൻ്റെ മീനിങ് എന്താണ്? ഇനീഷ്യൽ വാല്യൂ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് റെഡ്യൂസ് ടു 70% ഓഫ് ഇനീഷ്യൽ വാല്യൂ എന്ന് പറയും. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഫ്ലക്സ് 5.2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 0.7 ടൈംസ് എന്തായിരിക്കും? 5.1 ആയിരിക്കും. അതാണ് അതിൻ്റെ മീനിങ്. ആ ഒരു സെൻറ്റൻസ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് റെഡ്യൂസ് ടു 70% ഓഫ് ഇനീഷ്യൽ വാല്യൂ. ഇനീഷ്യൽ വാല്യൂ 5.1, ഫൈനൽ വാല്യൂ 5.2. 5.2 = 5.7 ടൈംസ് 5.1 ആണ്. ഓക്കെ, ആ ഒരു ഹിൻ്റാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടാനുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നിട്ടുള്ളതൊക്കെ എഴുതിയെടുക്കുക. സപ്ലൈ വോൾട്ടേജ് ഉണ്ട്, ആർമേച്ചർ കറണ്ട് തന്നിട്ടുണ്ട്, സ്പീഡുണ്ട്, ആർമേച്ചർ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കാണാനുള്ളത് ടോട്ടൽ ടോർക്ക് ഡെവലപ്ഡ് അൺചേഞ്ച്ഡ് ആണെങ്കിൽ സ്പീഡും ആർമേച്ചർ കറണ്ടും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം. ഇഫ് ദ ടോർക്ക് ഡെവലപ്ഡ് ഈ സെയിം ആണെങ്കിൽ, സെയിം ആവുള്ള കണ്ടീഷൻ എങ്ങനെയാണ്? ഓക്കെ, സെയിം ആവുള്ള കണ്ടീഷൻ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്.
ഫ്ലക്സും കറണ്ട് നമ്മൾ ഇക്വേഷൻ എന്താണ് Φ1 ഈക്വൽ ടു Φ2 IA2. ഓക്കെ, ഇതിൽ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? നമ്മുടെ ആർമേച്ചർ കറണ്ട് IA2 കണ്ടുപിടിക്കാം. ഓക്കെ, IA2 എന്ന് പറയുന്നത് Φ1 ഡിവൈഡ് ബൈ Φ2 ഇൻറ്റു IA1. ഓക്കെ, ഇതിലെല്ലാം തന്നിട്ടുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Φ1 ഡിവൈഡ് ബൈ 0.751 ഇൻറ്റു 105 ഈക്വൽ ടു 1405 mm. 5 ക്യാൻസൽ ചെയ്ത് പോയി. ഈ Φ2 അവിടെ ഈ ഒരു റിലേഷൻ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.7 ടൈംസ് Φ1 ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് IA2 കിട്ടി. അപ്പോൾ നമ്മുടെ ആർമേച്ചർ കറണ്ട് എത്ര കിട്ടി? IA2 ഈക്വൽ ടു 150 ആംപിയർ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? സ്പീഡ് കണ്ടുപിടിക്കണം. ഓക്കെ, ആർമേച്ചർ കറണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത് സ്പീഡാണ് കണ്ടുപിടിക്കാനുള്ളത്. സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് നമ്മൾ ഫോർമുല അറിയാം. N2/N1 ഈക്വൽ ടു EB2/EB1 ഇൻറ്റു Φ1/Φ2. ഈ ഫോർമുല വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ബേസ് ചെയ്ത് പ്രോബ്ലംസും ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ തിയറിയിലും ചോദിക്കാറുണ്ട്. സ്പീഡ് കൂടുമ്പം EMFന് എന്ത് പറ്റും, ഫ്ലക്സിന് എന്ത് പറ്റും, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. ഇത് നമുക്ക് സ്പീഡ് N2 കണ്ടുപിടിക്കാം. പക്ഷേ നമുക്ക് എന്ത് നമ്മുടെ ആൻസറിലില്ല, ഈ ക്വസ്റ്റ്യനിലില്ല. EB1ഉം EB2 ഇല്ല. അപ്പോൾ EB1 EB2 നമ്മുടെ V-IA വെച്ച് EB1ഉം EB2 രണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. IA1ഉം IA2 ഒക്കെ കണ്ടുപിടിച്ചു. ആർമേച്ചർ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ അങ്ങനെ നമുക്കത് EB1 EB2 കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് N1 തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. N2 കണ്ടുപിടിച്ചൂടെ. N2 എന്ന് പറയുന്നത് എന്താണ്? N2/N1 ഈക്വൽ ടു EB2/EB1 ഇൻറ്റു Φ1/Φ2. ഓക്കെ, Φ1ഉം Φ2 എല്ലാം അറിയാം, എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, സോൾവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആൻസർ N2 എന്ന് പറയുന്നത് 1405 RPM കിട്ടും. ഓക്കെ, സ്പീഡ് ഓഫ് ദി മോട്ടർ വെൻ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് റെഡ്യൂസ് ടു 70% ഓഫ് ഇനീഷ്യൽ വാല്യൂവിൽ റെഡ്യൂസ് ആകുമ്പോൾ സ്പീഡ് ഓഫ് ദി മോട്ടർ എന്ന് പറയുന്നത് 1405 RPM ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ഓരോന്നായിട്ട് ചിലപ്പോൾ ചോദിക്കാം. ആർമേച്ചർ കറണ്ട് മാത്രം കണ്ടുപിടിക്കാൻ ചോദിക്കാം, സ്പീഡ് മാത്രം കണ്ടുപിടിക്കാൻ ചോദിക്കാം. അപ്പോൾ അത് നോട്ട് ചെയ്ത് വയ്ക്കാം. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ ഷണ്ട് മോട്ടർ റൺസ് അറ്റ് 1200 RPM ഓൺ എ 420 volt സർക്യൂട്ട് ആൻഡ് എ കറണ്ട് ടേക്കൺ ഇസ് 30 ആംപിയർ ഇൻ അഡീഷൻ ടു ദ ഫീൽഡ് കറണ്ട്. What resistance must be placed in series with armature in order that the speed may be reduced to 600 RPM? The current through the armature remaining same RA equal to 3 ohm. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? നമുക്ക് കണ്ടുപിടിക്കാനുള്ള റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ഇവിടെ രണ്ട് സ്പീഡുണ്ട്. EB1ഉം EB2 വെച്ച് നമ്മുടെ ആ ഒരു റിലേഷൻ വെച്ച് നമുക്ക് EB1 കണ്ടുപിടിക്കാം. ഓക്കെ, EB1 EB2 ഒക്കെ ഉണ്ടല്ലോ. ഏതാണ്? 1200 RPM സ്പീഡ് N1 തന്നിട്ടുണ്ട്. അതുപോലെ N2 എത്ര? 600 RPM തന്നിട്ടുണ്ട്. അതുപോലെ ഈ എത്ര? 420 വോൾട്ട് നമ്മുടെ വോൾട്ടേജ് ആണ്. ടെർമിനൽ വോൾട്ടേജ് 420 വോൾട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ EB1 ഈക്വൽ ടു നമ്മുടെ V-IARA. ഓക്കെ, IA തന്നിട്ടുണ്ട്, ആർമേച്ചർ കറണ്ട് തന്നിട്ടുണ്ട്. V എത്രയാണ്? 420 മൈനസ് IA എന്ന് പറഞ്ഞാൽ 30 ഇൻറ്റു ആർമേച്ചർ റെസിസ്റ്റൻസ് 3. ഓക്കെ, അത് EB1 കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ EB2 ഉണ്ടോ? EB2 നമുക്ക് കണ്ടുപിടിക്കാം. EB2 കണ്ടുപിടിക്കാൻ വേണ്ടി എന്താണ്? V അറിയാം, മൈനസ് IA ഇൻറ്റു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? RT ആണ്. ഓക്കെ, അതായത് വാട്ട് റെസിസ്റ്റൻസ് മസ്റ്റ് ബി പ്ലേസ്ഡ് ഇൻ സീരീസ് വിത്ത് ആർമേച്ചർ ഇൻ ഓർഡർ ദാറ്റ് ദ സ്പീഡ് മേ റെഡ്യൂസ് ടു 600 RPM. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇവിടുത്തെ റെസിസ്റ്റൻസ് EB2 വരുന്ന റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ N2/N1 ഈക്വൽ ടു EB2/EB1 അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എല്ലാ വാല്യൂസ് തന്നിട്ടുണ്ട്. EB2 എന്ന് പറയുന്നത് EB2ൻ്റെ അവിടെ 420 മൈനസ് 30 RT കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? RTയുടെ വാല്യൂ കിട്ടി. RTയുടെ വാല്യൂ എന്ന് പറയുന്നത് 8.5 ohm കിട്ടി. നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ്? എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആണ്, RExternal ആണ് കണ്ടുപിടിക്കാനുള്ളത്. വാട്ട് റെസിസ്റ്റൻസ് മസ്റ്റ് ബി പ്ലേസ്ഡ് ഇൻ സീരീസ് വിത്ത് ആർമേച്ചർ. ഓക്കെ, അതെന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ റെസിസ്റ്റൻസ്, ടോട്ടൽ റെസിസ്റ്റൻസ് മൈനസ് ആർമേച്ചർ റെസിസ്റ്റൻസ് ആയിരിക്കും. അന്നേരം നമുക്ക് എന്ത് കിട്ടും? 8.5 മൈനസ് 3 5.5 ohm കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക, കുറച്ചൊരു കൺഫ്യൂഷൻ ക്വസ്റ്റ്യൻ ആണ്, എന്നാലും ഒന്ന് നല്ലപോലെ ചെയ്ത് നോക്കി പഠിക്കാം. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, എ DC സീരീസ് മോട്ടർ ഡ്രോസ് എ ലൈൻ കറണ്ട് ഓഫ് 100 ആംപിയർ ഫ്രം ദി മെയിൻ വൈൽ റണ്ണിങ് അറ്റ് 1000 RPM. ഇറ്റ്സ് ആർമേച്ചർ റെസിസ്റ്റൻസ് 0.15 ohm ആൻഡ് ദ ഫീൽഡ് റെസിസ്റ്റൻസ് 0.1 ohm. Assuming that the flux corresponding to current of 25 ampere is 40% of that correspond to 100 ampere. ഓക്കെ, നേരത്തെ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ഒരു ഇവിടെ 40%, നേരത്തെ ആണെങ്കിൽ എന്തായിരുന്നു 70%. ആ ഒരു ഹിൻ്റാണ്. അങ്ങനെയാണെങ്കിൽ സ്പീഡ് കണ്ടുപിടിക്കാൻ. ഓക്കെ, നേരത്തെ ചെയ്ത അതുപോലെ സെയിം മോഡൽ തന്നെയാണ്. ഒരു ഹിൻ്റ് എന്ന് പറയുന്നത് എന്താണ്? Φ2 എന്നാണ്, 0.4 ടൈംസ് Φ1 ആണ്. ബാക്കിയെല്ലാം സെയിം ആണ്, നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ്. അത് EB1 EB2 കണ്ടുപിടിച്ചു. നമ്മുടെ സ്പീഡിൻ്റെ റിലേഷനിൽ നമ്മുടെ N2 കണ്ടുപിടിച്ചു. നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദി മോട്ടർ വെൻ ഇറ്റ്സ് ഡ്രോയിങ് 25 ആംപിയർ ഫ്രം 30 വോൾട്ട് സപ്ലൈ. N2 ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ്. Φ2 ഈക്വൽ ടു 0.4 ടൈംസ് Φ1 എന്നേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്ത് നോക്കാം. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഈ 220 വോൾട്ട് DC ഷണ്ട് മോട്ടർ ഡ്രോസ് എ നോ ലോഡ് ആർമേച്ചർ കറണ്ട് ഓഫ് 2.5 ആംപിയർ വെൻ റണ്ണിങ് അറ്റ് 1400 RPM.
Determine its speed when taking an armature current of 60 ampere if the armature reaction weakens the flux by 3%. Okay. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള എന്തൊക്കെയാണ്? ആർമേച്ചർ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, സപ്ലൈ വോൾട്ടേജ് തന്നിട്ടുണ്ട്, നോ ലോഡ് കറണ്ട്, നോ ലോഡ് സ്പീഡ് തന്നിട്ടുണ്ട്, ആർമേച്ചർ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, അതുപോലെ ആർമേച്ചർ കറണ്ട് തന്നിട്ടുണ്ട്. ഇവിടെ തന്നിട്ടുള്ള ഹിൻറ്റ് എന്താണ്? ഇഫ് ദ ആർമേച്ചർ റിയാക്ഷൻ വീക്കൻസ് ദ ഫ്ലക്സ് ബൈ 3% ആണ്. 3% ആണ്. 3% എന്ന് പറയുമ്പോൾ എത്രയാണ്? 0.97 അല്ലേ? 100ന് 3% എന്ന് പറയുമ്പോൾ 97% അല്ലേ? അപ്പോൾ അവിടുത്തെ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുൾ ലോഡ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ 5 = 0.97 ടൈംസ് ഇനീഷ്യൽ ഫ്ലക്സ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയും ചോദിക്കാം. അപ്പോൾ ഇൻ കേസ് ഓഫ് പെർസെൻറ്റേജ് രീതിയിലും ചോദിക്കാം. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റിനും കൂടെ ഇൻക്ലൂഡ് ചെയ്ത്. അല്ലാതെ ഇങ്ങനെയും ചോദിക്കാം. ഡയറക്റ്റായിട്ട് അവർ തന്നിട്ടുണ്ട് 40% ഓഫ് ദ കറസ്പോണ്ടിങ് ടു 100 ആംപിയർ തന്നിട്ടുണ്ട്. അല്ലാതെ തന്നെ എന്താണ്? വീക്കൻസ് കുറഞ്ഞ തന്നിട്ടുണ്ട് അല്ലേ? ഇഫ് ദ ആർമേച്ചർ റിയാക്ഷൻ വീക്കൻസ് ദ ഫ്ലക്സ് ആണ്, കുറഞ്ഞു 3% ആയിട്ട് കുറഞ്ഞു. അപ്പോൾ എത്രയായിരിക്കും? 5 എന്ന് പറയുന്നത് 0.97 ടൈംസ് 50 ആയിരിക്കും. അപ്പോൾ അതും കൂടെ ആ ഒരു ഹിൻറ്റ് കിട്ടാൻ വേണ്ടി ഇതുകൂടെ ഒന്ന് നോക്കിയിരിക്കാം. ബാക്കിയെല്ലാം നമ്മുടെ പഴയതുപോലെ തന്നെയാണ്. നമ്മുടെ സ്പീഡ് കണ്ടുപിടിക്കാം. ബാക്ക് EMF നോ ലോഡ്, ബാക്ക് EMF ഓൺ ലോഡ് കണ്ടുപിടിക്കാം. N/N0 നമ്മുടെ ആ ഒരു N/N0 = EB/EB0 × 50/5 വെച്ച് എല്ലാം തന്നിട്ടുണ്ട്, വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ലോഡ് സ്പീഡ് കണ്ടുപിടിക്കാം. ഓക്കെ. ഇവിടുത്തെ ഹിൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർമേച്ചർ റിയാക്ഷൻ വീക്കൻസ് ദ ഫ്ലക്സ് ബൈ 3%. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടുന്നത്. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ, എ 50 HP 400 volt 4 pole 1000 RPM DC motor has flux per pole equal to 0.027 Weber. Armature having 1600 conductors, wave connected ആണ്. Calculate the gross torque when the motor takes 70 ampere. ഓക്കെ. നമ്മൾ ടോർക്ക് ഡെവലപ്പ് ചെയ്ത് നമ്മൾ ടോർക്കിന് നമ്മളൊരു ഇക്വേഷൻ അങ്ങ് പഠിക്കാം. P5 × ZIA / 2πA. അതിൽ P അറിയാമല്ല, പോൾസ് 4 പോൾ, 5 തന്നിട്ടുണ്ട്, Z തന്നിട്ടുണ്ട്, എത്ര കണ്ടക്ടേഴ്സ് ആണ് 1600, ആർമേച്ചർ കറണ്ട് തന്നിട്ടുണ്ട്. വേവ് ഉണ്ടാകുമ്പോൾ നമ്പർ ഓഫ് പാരലൽ പാത്ത് ഈക്വൽ ടു 2 ആയിരിക്കും. ഡയറക്റ്റ് ഈ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 963 Nm കിട്ടും. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഈ 6 pole ലാപ്പ് വോൺ DC motor takes 340 ampere when the speed is 400 RPM. The flux per pole is 0.05 Weber and the armature has 864 turns. Neglecting mechanical losses, calculate the BHP of the motor. ഓക്കെ. അപ്പോൾ നമുക്ക് BHP ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ എന്താണ് നമുക്ക് തന്നിട്ടുള്ള എല്ലാം എഴുതുക. ആദ്യം പോൾ P തന്നിട്ടുണ്ട് 6, ലാപ്പ് വോണ്ട് ആയതുകൊണ്ട് A = P = 6 ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ലോഡ് കറണ്ട് തന്നിട്ടുണ്ട് 340 ആംപിയർ, സ്പീഡ് തന്നിട്ടുണ്ട്, ഫ്ലക്സ് പെർ പോൾ തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട് 864. ഓക്കെ. മെക്കാനിക്കൽ ലോസസ് എല്ലാം നെഗ്ലക്റ്റ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് BHP കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാം എന്താണ് നമ്മുടെ ഇസഡ് കണ്ടുപിടിക്കണം. ഇസഡ് എന്ന് പറയുമ്പോൾ എന്താണ്? 864 × 2 ചെയ്യണം. ഓക്കെ. എത്ര കിട്ടും? 1728 കിട്ടും. ഓക്കെ. നമ്മൾ ആർമേച്ചർ 864 ടേൺസ് എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ കണ്ടക്ടേഴ്സ് കണ്ടുപിടിക്കണം. ഓക്കെ. ടേൺസ് ഇൻ ടേംസ് ഓഫ് ടേൺസിലാണ് കണ്ടിട്ടുള്ളത്. നമുക്കത് കണ്ടക്ടേഴ്സ് കണ്ടുപിടിക്കണം, ഇസഡ് കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പോൾ അത് കണ്ടുപിടിച്ചു. ഇതിനടുത്ത് നമ്മൾ മെക്കാനിക്കൽ ലോസെല്ലാം നെഗ്ലക്റ്റ് ചെയ്യുക. അപ്പോൾ ബാക്ക് EMF ആദ്യം നമുക്ക് EB കണ്ടുപിടിക്കാം. ക്വസ്റ്റിൽ എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? BHP ഓഫ് ദി മോട്ടറാണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ. BHPയുടെ ഇക്വേഷൻ പഠിക്കുക. ഈ ഒരു ഇക്വേഷൻ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രോബ്ലം പറഞ്ഞത്, ഈ ഒരു ഇക്വേഷൻ പഠിക്കാൻ വേണ്ടി. ഓക്കെ. BHP എന്ന് പറയുന്നത് EB/IB / 735.5 ആണ്. ബ്രേക്ക് ഹോഴ്സ് പവർ ആണ് BHP, അറിയാമല്ലോ. അപ്പോൾ ഇതിൽ EBയും കണ്ടുപിടിക്കുക. EBയിൽ നമുക്ക് ഫോർമുല അറിയാം, 5ZNP/60A. അത് കണ്ടുപിടിക്കുക. IB അറിയാം. IB എന്ന് പറയുമ്പോൾ ഈക്വൽ ടു ലോഡ് കറണ്ട് ആണ്. ഇറ്റ് 6 pole DC മോട്ടർ അല്ലേ, IA = IL, ലോഡ് കറണ്ട് ആണ്. ഓക്കെ. 340 ആംപിയർ. അതുപോലെ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇതിൽ നിന്ന് നമുക്ക് BHP കണ്ടുപിടിക്കാം. ഓക്കെ. EB/IB വെച്ച് നമ്മുടെ പവർ ഡെവലപ്പർ എന്ന് പറയുമ്പോൾ EB/IB ആണ്, / 735.5 ഹോഴ്സ് പവറിൽ കാണാൻ വേണ്ടി / 735.5 ചെയ്യുമ്പോൾ ഈ ഒരു ആൻസർ കിട്ടും. ഓക്കെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. BHP കാണാൻ സംടൈംസ് ചോദിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ദ ആർമേച്ചർ ഓഫ് എ DC മെഷീൻ ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 0.25 ohm ആൻഡ് ഈസ് കണക്റ്റഡ് ടു എ 300 volt സപ്ലൈ. കാൽക്കുലേറ്റ് ദ EMF ജനറേറ്റർ വെൻ ഇറ്റ് ഈസ് റണ്ണിങ്. ഓക്കെ. ഇത് നല്ലൊരു ക്വസ്റ്റൻ ആണ്. ജനറേറ്റർ ഗീവിങ് 100 ആംപിയർ, മോട്ടർ ടേക്കിംഗ് 80 ആംപിയർ. അപ്പം ജനറേറ്ററിൻ്റെ കേസും നമ്മുടെ മോട്ടറിൻ്റെ കേസും രണ്ട് കേസും ചെയ്തിട്ടുണ്ട്. രണ്ട് കേസും കണ്ടുപിടിക്കാം. അപ്പോൾ ജനറേറ്റർ ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഇക്വേഷൻ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് നോക്കി പഠിക്കുക. ജനറേറ്റർ ആണെങ്കിൽ E = V + IARA ആണ്. എല്ലാം ഓപ്ഷൻ നമ്മുടെ ക്വസ്റ്റൻ തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ മോട്ടറിൻ്റെ കേസിലാണെങ്കിൽ എന്താണ്? E = V - IARA ആണ്. ഓക്കെ. അപ്പോൾ രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മുടെ ആൻസർ രണ്ടും EMF കണ്ടുപിടിക്കാം. ഓക്കെ. അടുത്ത ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, എൻ 8 pole DC motor has a wave wound armature with 900 conductors. The useful flux per pole is തന്നിട്ടുണ്ട്. Determine the torque exerted when the current of 30 ampere flow in each conductor. ഓക്കെ. അപ്പോൾ P അറിയാം, വേവ് വൗണ്ട് ആണ്. വേവ് വൗണ്ട് ആകുമ്പോൾ നമ്പർ ഓഫ് പാരലൽ പാത്ത് A = 2 ആയിരിക്കും. ഓക്കെ. വേവ് വൈൻഡിങ് ആണ്. ഫ്ലക്സ് 5 എന്ന് പറയുന്നത് എന്താണ്? 25 മില്ലി വെബർ ആണ്. അതിനെ 10⁻³ വെബറിലോട്ട് ആക്കുക. ഈസ് നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് എന്നിട്ടുണ്ട് 900.
കറണ്ട് തന്നിട്ടുണ്ട്, ഐ എ തന്നിട്ടുണ്ട് 30 ആംപിയർ. അപ്പോൾ ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? P5Z_IA/π × C എന്ന് കൊടുക്കാം നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് എ കൊണ്ട് നോട്ട് ചെയ്യാം. ഓക്കെ, നമ്പർ ഓഫ് പാരലൽ പാത്താണ്. അപ്പോൾ ഈ എല്ലാ വാല്യൂസ് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ടോർക്കിൻ്റെ ഫോർമുലയും പഠിച്ചു വയ്ക്കാം. ഓക്കെ, 429.7 ന്യൂട്ടൺ മീറ്റർ കിട്ടും. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ. ഡിറ്റർമൈൻഡ് ടോർക്ക് ഡെവലപ്ഡ് ബൈ എ 350 വോൾട്ട് DC മോട്ടർ ഹാവിംഗ് ആൻ ആർമേച്ചർ റെസിസ്റ്റൻസ് ഓഫ് 0.5 Ω ആൻഡ് റണ്ണിങ് അറ്റ് 15 revolution per second. ആർമേച്ചർ കറണ്ട് 60 ആംപിയർ. ഓക്കെ, എന്താ നമുക്ക് കണ്ടുപിടിച്ചാലും ടോർക്ക് സെയിം തന്നെ, നേരത്തെ കണ്ടുപിടിച്ച സെയിം ഇക്വേഷൻ ടോർക്കാണ് കണ്ടുപിടിക്കാനുള്ളത്. ടോർക്കിൻ്റെ ഡിഫറെൻറ്റ് ഇക്വേഷൻസും പഠിക്കാം. ഓക്കെ, വോൾട്ടേജ് തന്നിട്ടുണ്ട്, R തന്നിട്ടുണ്ട്, N 15 തന്നിട്ടുണ്ട്, IA തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? E × IA/2πN. ഓക്കെ, ഇപ്പോൾ 2 ഇക്വേഷൻസ് ഉണ്ട് ടോർക്കിന്, അത് പഠിക്കാം. അതിൽ ബാക്ക് EMF ഈ കണ്ടുപിടിക്കുക. V - IA RA ആണ് മോട്ടറിൻ്റെ കേസിൽ. എല്ലാം തന്നിട്ടുണ്ട്, ടോർക്ക് വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ടോർക്കിൻ്റെ. അടുത്ത ക്വസ്റ്റ്യൻ. A 240 വോൾട്ട് ഷണ്ട് മോട്ടർ ടേക്സ് എ ടോട്ടൽ കറണ്ട് 30 ആംപിയർ. ഇത് ഫീൽഡ് വൈൻഡിങ് റെസിസ്റ്റൻസ് RF തന്നിട്ടുണ്ട്, ആർമേച്ചർ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. കറണ്ടിൻ്റെ ആർമേച്ചറും കണ്ടുപിടിക്കുക, ബാക്ക് EMF കണ്ടുപിടിക്കുക. ഓക്കെ, ഇത് നമ്മൾ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ആദ്യം എന്ത് പിടിക്കുക? സപ്ലൈ കറണ്ടല്ലേ കണ്ടുപിടിക്കുന്നത്. കറണ്ട് I = ഇത് കേസ് ഓഫ് ഷണ്ട് മോട്ടറാണ്. അപ്പോൾ ഓരോ മോട്ടറിൻ്റെ കേസിലുള്ള ഇക്വേഷൻസ് പഠിക്കാം. ഷണ്ട് മോട്ടറിന് I = IF + IA ആണ്. അതിൽ IA നമുക്ക് എന്താണ്? IA ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. IF കണ്ടുപിടിക്കുക, V/RF. ഹിൻഡ് IF കണ്ടുപിടിക്കാൻ RF തന്നിട്ടുണ്ട്. ഓക്കെ, IF കണ്ടുപിടിച്ചു. ഇനി ഇവിടെ നിന്ന് ആർമേച്ചർ കറണ്ട് IA കണ്ടുപിടിക്കാമല്ലോ. IA = I - IF. ഓക്കെ, ആർമേച്ചർ കറണ്ട് കിട്ടി. പിന്നെ ബാക്ക് EMF നമ്മുടെ ഇക്വേഷൻ E = V - IA RA. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇത്രയും ഒരു 11 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ഇക്വേഷൻസും പഠിക്കുക. നിങ്ങൾ ക്വസ്റ്റ്യൻസും പഠിക്കുക, അതുപോലെ ഫോർമുലാസും പഠിക്കുക. ഫോർമുല മാത്രമായിട്ട് നമ്മുടെ ITI ലെവലൊക്കെ ചോദിക്കാറുണ്ട്. മോട്ടറിൻ്റെ ഫോർമുല, ജനറേറ്ററിൻ്റെ ഫോർമുല ഒക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, ഫോർമുലാസും പഠിക്കുക. പ്ലസ് അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ എക്സാം, ഈ പ്രോബ്ലംസ് ഒക്കെ തന്നത്. ഈ പ്രോബ്ലംസ് ആ ലെവലിൽ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം എല്ലാവരും ഇത് പഠിക്കുക. ഓരോ പ്രോബ്ലംസ്, DC മോട്ടറിൻ്റെ പ്രോബ്ലംസും പഠിക്കുക, DC ജനറേറ്ററിൻ്റെ പ്രോബ്ലംസും പഠിക്കുക. ഓക്കെ, നമ്മൾ അടുത്ത സെഷൻ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ പ്രോബ്ലംസുമായിട്ട് വരുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ എല്ലാവരും ലൈവ് ക്ലാസ്, ഇന്നത്തെ 3 ക്ലാസ് DC മോട്ടറിൻ്റെ MCQ ഡിസ്കഷൻ ലൈവ് ക്ലാസ്സിൽ എല്ലാവരും വരാൻ നോക്കുക. ഓക്കെ, താങ്ക്